Hi Cadets and welcome back to my channel. Cadets again Indian Air Force Group C civilian പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ ഔട്ട് ചെയ്തിരിക്കുകയാണ്. 10ാം ക്ലാസ് പാസ് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. വേക്കൻസി വളരെ കുറവാണ്. എന്നാലും കുട്ടികളെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഫുൾ കാണുക. നമ്മുടെ കേരളത്തിൽ നിന്ന് എല്ലാ കുട്ടികളും തീർച്ചയായിട്ടും ഫോം ഫില്ല് ചെയ്തിരിക്കണം. ഓഫ്ലൈൻ ത്രൂ ആണ് ഫോം ഫില്ല് ചെയ്യേണ്ടത്. ഏജ് ലിമിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു പോസ്റ്റിലേക്ക്. എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറയുന്നതായിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക. പരമാവധി ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഓഫ്ലൈൻ ത്രൂവിൽ കൂടി എങ്ങനെയാണ് ഫോം ഫില്ല് ചെയ്യേണ്ടുന്നത്, ആപ്ലിക്കേഷൻ ഫോം എവിടെയാണ് ലഭിക്കുന്നത്, ഈ എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറയുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നിട്ടൊരു ഡിഫൻസ് ഓഫ് കിട്ടുന്ന വരെ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേഡറ്റ്സ്, അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. ഒഫീഷ്യലായിട്ടുള്ള അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. ഫോം ഫില്ലിങ്ങും ആൾറെഡി സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. നോക്കൂ കുട്ടികളെ, ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്, ഇന്ത്യൻ എയർഫോഴ്സ് ഓർഗനൈസേഷനാണ് ഈ ഒരു അപ്ഡേറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്ന എംപ്ലോയ്മെൻറ്റ് ന്യൂസിലാണ്. ആൾറെഡി ഒഫീഷ്യലായിട്ടും ഔട്ടായിട്ടുണ്ട്. പോസ്റ്റ് നെയിമാണ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്. MTS എന്നൊരു പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. മിനിമം ക്വാളിഫിക്കേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 10ാം ക്ലാസ് പാസ്സായാൽ മാത്രം മതി. ഇതോടൊപ്പം തന്നെ അഡീഷണലായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വീഡിയോ നിങ്ങൾ ഫുൾ കാണണമെന്ന്. ഇവിടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് മാത്രമാണ് ഞാൻ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നത്. ഇതിന് ഡീറ്റെയിൽഡ് കാര്യങ്ങൾ അങ്ങോട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയുന്നതായിരിക്കും. ഏജ് ലിമിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ മോഡാണ്, ഓഫ്ലൈൻ ത്രൂ ആണ് നിങ്ങൾ ഫോം ഫില്ല് ചെയ്ത് അയക്കേണ്ടത്. സെലക്ഷൻ മോഡിൻ്റെ കാര്യം പറഞ്ഞാൽ റിട്ടേൺ എക്സാം മാത്രമാണുള്ളത്. എക്സാം മാത്രം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി, ഈ ഒരു ജോബ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നോക്കൂ കുട്ടികളെ, ഇനി നമുക്ക് ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഏജ് ലിമിറ്റ്. 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെ പ്രായമുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളുടെ കാസ്റ്റ് OBC ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തെ ഇളവ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ 18 വയസ്സ് മുതൽ 28 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നിങ്ങളുടെ കാസ്റ്റ് SC/ST ആണെങ്കിൽ നിങ്ങൾക്ക് 5 വർഷത്തെ ഇളവ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ SC/ST കേഡറ്റിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇങ്ങനെയാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്, 18 വയസ്സ് മുതൽ 30 വരെയെന്ന്. വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുട്ടികളെ നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായാൽ മാത്രം മതി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതോടൊപ്പം തന്നെ അഡീഷണൽ ഒരു ക്വാളിഫിക്കേഷൻ അപ്ഡേറ്റ് കൂടി അവർ പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ട്രേഡിൻ്റെ അപ്ഡേറ്റും കാണാവുന്നതാണ്. വാച്ച്മാൻ, ലാസ്കർ ഓപ്പറേറ്റർ അഥവാ ഇതിനെ ടെക്നീഷ്യൻ ഹെൽപ്പർ എന്നും പറയും, പിന്നെ ഗാർഡനർ എന്നീ ട്രേഡിൽ നിങ്ങൾക്ക് 1 ഇയറിലുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും ഓർഗനൈസേഷനിൽ നിന്ന് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭിച്ച സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. ഈ 2 കണ്ടീഷൻ മാത്രമാണ് ഇവിടെ പറയുന്നത്. ഇത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എയർഫോഴ്സ് ഗ്രൂപ്പ് C എന്നൊരു വേക്കൻസിയിലേക്ക്. കേട്ടോ കുട്ടികളെ, ഇപ്പോൾ നിങ്ങൾക്ക് ഏജ് ലിമിറ്റും മനസ്സിലായി, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും മനസ്സിലായി. ഇനി ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആണ്. ആപ്ലിക്കേഷൻ ഫോം ആൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് കുട്ടികളെ ജൂലൈ 27 ഈ ജൂലൈ 27 എന്ന് പറയുന്ന ഈ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം അവിടെ എത്തിയിരിക്കണം. അതുകൊണ്ട് എല്ലാ കുട്ടികളും നേരത്തെ തന്നെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തയക്കണം. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നോക്കാം. സ്റ്റാർട്ടിങ്ങിൽ, അതായത് സ്റ്റേജ് 1 എന്ന് പറയുന്നത് സ്ക്രൂട്ടിനി ഓഫ് ആപ്ലിക്കേഷൻ ആണ്. നിങ്ങൾ ഇവിടെ നിന്ന് ആപ്ലിക്കേഷൻ ഫോമെല്ലാം ഫില്ല് ചെയ്ത് ഒരു അഡ്രസ്സിൽ അങ്ങോട്ട് അയക്കുന്നു. അവിടെ ചെന്നതിന് ശേഷം അവർ പിന്നെ ആപ്ലിക്കേഷൻ ഫോമെല്ലാം എടുത്തിട്ട് അതിനകത്ത് വേർതിരിച്ചിട്ട് സ്ക്രൂട്ടിനി ചെയ്യുന്നതായിരിക്കും. അതനുസരിച്ച് നിങ്ങൾക്കൊരു അഡ്മിറ്റ് കാർഡ് വരുന്നതായിരിക്കും. അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ പിന്നെ നിങ്ങൾ പോയി റിട്ടേൺ എക്സാം അറ്റൻഡ് ചെയ്യുന്നു. സെക്കൻഡാണ് റിട്ടേൺ എക്സാം. അതിനുശേഷം സ്കിൽ ടെസ്റ്റ് ആണ്. നിങ്ങളുടെ 1 ഇയർ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ചോദിച്ചില്ലേ, അതനുസരിച്ച് നിങ്ങൾക്ക് അവിടെ സ്കിൽ ടെസ്റ്റ് കാണുന്നതായിരിക്കും. നെക്സ്റ്റ് ആണ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ. നെക്സ്റ്റ് ആണ് മെഡിക്കൽ. അതിനുശേഷം ഫൈനൽ ജോയിനിങ് ലെറ്റർ വരുന്നതായിരിക്കും. വേക്കൻസി വളരെ കുറവാണ്. ടോട്ടൽ 6 വേക്കൻസിയാണ് ഇതിൻ്റെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് എന്തായാലും നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്യുക. 1 ആണോ 2 ആണോ 3 ആണോ വേക്കൻസി നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ഇതിനുവേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുക. മറ്റേതെങ്കിലും ജോബിന് നിങ്ങൾ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെയും നിങ്ങൾക്കത് ബെനിഫിറ്റ് ആവുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ SSGDക്ക് പഠിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സിലബസ് തന്നെയാണ് ഇവിടെ സിലബസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഇവിടെ മാത്സ് ഉണ്ട്, റീസണിംഗ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്. എല്ലാ സബ്ജക്റ്റിൽ നിന്ന് 25 ക്വസ്റ്റ്യൻ വീതമാണ് വരുന്നത്. അപ്പോൾ അവിടെ പഠിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഇവിടെയും ലഭിക്കുന്നതാണ്. ഇതിനുവേണ്ടി നിങ്ങൾ സെപ്പറേറ്റ് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എവിടെയാണോ ഇപ്പോൾ പഠിക്കുന്നത് അത് പഠിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ഇവിടെ നിങ്ങൾ ഫോം ഫില്ലിംഗ് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തിരിക്കണം. കാരണം ഇവിടെ നിങ്ങൾക്ക് 1 രൂപ പോലും ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ആപ്ലിക്കേഷൻ ഫീസ് ഫ്രീ ആണ്. കേട്ടോ കുട്ടികളെ. ഇനി ഇവിടെ നിന്ന് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം അയക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ് വെക്കണം പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട്. 10th മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ്, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കുന്ന, അതായത് പ്രൂഫായിട്ടുള്ള ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് നിങ്ങൾ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്ത് അയക്കണം. അത് 10th സർട്ടിഫിക്കറ്റ് വെച്ചാലും മതി. അതോടൊപ്പം തന്നെ ആധാർ കാർഡ്, ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്,
2 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, 1 എൻവലപ്പ് വിത്ത് 10 പോസ്റ്റൽ സ്റ്റാമ്പ്, അതായത് 10 രൂപയുടെ പോസ്റ്റൽ സ്റ്റാമ്പ് പൊട്ടിച്ച് ഒരു എൻവലപ്പ് വെച്ചിരിക്കണം അതിനകത്താണ് നിങ്ങൾക്ക് തിരിച്ചിവർ അഡ്മിറ്റ് കാർഡ് അയക്കുന്നത്. നെക്സ്റ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, നേരത്തെ പറഞ്ഞ ട്രേഡിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. കേട്ടോ കുട്ടികളെ, ഇനി ഈ ഡോക്യുമെൻ്റ് എല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് റെഡിയാക്കിയതിന് ശേഷം അയക്കേണ്ട അഡ്രസ്സ് ഞാൻ പറഞ്ഞു തരാം. ഇത്രയും ഡോക്യുമെൻറ്റ് നിങ്ങൾ കറക്റ്റായിട്ട് റെഡിയാക്കണം കേട്ടോ. ഇതെല്ലാം ഇവിടെ ഈ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് കാണിക്കുന്നത്, ഇവിടെ ചിലർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. അല്ലെങ്കിൽ ഈ 10th സർട്ടിഫിക്കറ്റിനകത്ത് നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. ഈ 2 രീതിയിൽ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് സെൻഡ് ചെയ്യാവുന്നതാണ്. ഈ ഡോക്യുമെൻ്റ് എല്ലാം അതിനകത്ത് വെച്ചിട്ട് വേണം നിങ്ങൾ അയക്കേണ്ടത്. ഇനി ഏത് അഡ്രസ്സിലാണ് അയക്കേണ്ടത് നോക്കൂ കുട്ടികൾ, ഇതാണ് നിങ്ങളുടെ അഡ്രസ്സ് എന്ന് പറയുന്നത്. കമാൻഡൻറ്റ് IAM ഇന്ത്യൻ എയർഫോഴ്സ്, വിമൻപുര PO, ബാംഗ്ലൂർ 560017 കർണാടക. ഈ ഒരു അഡ്രസ്സിലാണ് നിങ്ങൾ സെൻഡ് ചെയ്യേണ്ടുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഓർഡിനറി പോസ്റ്റായിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നെക്സ്റ്റ് ആണ് എൻവലപ്പ് റൈറ്റിംഗ്. ആ ഒരു എൻവലപ്പിൻ്റെ മുകളിൽ നിങ്ങൾ ഇത് എഴുതിയിരിക്കണം, ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന് നിങ്ങൾ മെൻഷൻ ചെയ്തിരിക്കണം. ലാസ്റ്റ് ഡേറ്റ് ടു റീച്ച്, അവിടെ തന്നെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജൂലൈ 27 കേട്ടോ കുട്ടികൾ. എന്താണ് 27 ഈ ഒരു അഡ്രസ്സിലാണ് നിങ്ങൾ ഇത് ബൈ പോസ്റ്റായിട്ട് അയക്കേണ്ടുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് ആപ്ലിക്കേഷൻ ഫോം എവിടെ നിങ്ങൾക്ക് ലഭിക്കും. അതിനുവേണ്ടി നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ആന ഡിഫൻസ് അക്കാഡമിയുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്കൊരു ഗൂഗിൾ ഫോം കാണാൻ പറ്റും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതെടുത്തിട്ട് നിങ്ങൾ PDF ആയിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. അതായത് A4 സൈസിൽ നിങ്ങൾ പ്രിൻ്റ് എടുക്കണം. എന്നിട്ട് അതിനകത്ത് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ ഫില്ല് ചെയ്ത് നിങ്ങൾ അയക്കണം കേട്ടോ കുട്ടികളെ. എൻവലപ്പ് എടുക്കണം, ഞാൻ നേരത്തെ പറഞ്ഞ അഡ്രസ്സ് അതിനകത്ത് മെൻഷൻ ചെയ്യണം. അതിനകത്ത് നിങ്ങൾ ഡോക്യുമെൻ്റ് എല്ലാം വെക്കണം. ഈ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾ വെച്ചിരിക്കണം. നോക്കൂ, ഇതാണ് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ഏത് പോസ്റ്റാണ് അപ്ലൈ ചെയ്യുന്നത് അത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്യണം. നിങ്ങളുടെ നെയിം ഇവിടെ മെൻഷൻ ചെയ്യണം ക്യാപിറ്റൽ ലെറ്ററിൽ. ഇവിടെ നിങ്ങൾ ഫോട്ടോ ഒട്ടിക്കണം. നിങ്ങൾ ഫാദർ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ഏജ് ഇപ്പോൾ എത്രയായി, ഇയേഴ്സ്, മന്ത്, ഡേയ്സിൽ മെൻഷൻ ചെയ്യണം. നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ് നിങ്ങൾ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം. ഇവിടെ നിങ്ങൾ ഏത് കാസ്റ്റാണ് നിങ്ങളിവിടെ മെൻഷൻ ചെയ്യണം. അതിനുശേഷം നിങ്ങൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏതാണോ നിങ്ങളുടെ കാറ്റഗറി അത് നിങ്ങൾ മെൻഷൻ ചെയ്യണം. പിന്നെ ടെക്നിക്കൽ ട്രെയിനിങ് എക്സ്പീരിയൻസ് ഇവിടെ മെൻഷൻ ചെയ്യണം. ഡൊമസ്റ്റിൽ ഇവിടെ മെൻഷൻ ചെയ്യണം. നിങ്ങളുടെ സിഗ്നേച്ചർ ചെയ്യണം. ഈ ഒരു കോളം ഉണ്ടല്ലോ, ഇത് അവിടുത്തെ ഓഫീസ് സ്റ്റാഫാണ് ഫില്ല് ചെയ്യേണ്ടത്. ഇത് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനായിട്ടുള്ളതല്ല. ഇതിനുശേഷം നിങ്ങൾക്ക് അക്നോളജ്മെൻറ്റ് കാർഡ് കാണാം. ഇതാണ് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരാൻ പോകുന്നത്. ഇവിടെ ഒരു ഫോട്ടോ ഒട്ടിക്കണം. ബാക്കി നിങ്ങൾ ഏത് പോസ്റ്റാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്, നെയിം, ഫാദർ നെയിം, നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ് ആയാലും ഇവിടെ കറക്റ്റായിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഈ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്യണം. അതിനുശേഷം ഇതെല്ലാം നിങ്ങൾ കാലിയായിട്ട് വിടണം. ഇവിടെ നിങ്ങളുടെ വെന്യൂ ഓഫ് റിട്ടേൺ ടെസ്റ്റ് ആ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ബാക്കി അപ്ഡേറ്റ് എല്ലാം കാര്യങ്ങൾ ഇവിടെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, ഇവിടെ ഫിസിക്കൽ ടെസ്റ്റ് ഇല്ല കേട്ടോ. ഫിസിക്കൽ ടെസ്റ്റ് ഇല്ല. ഈ ഫിസിക്കൽ ടെസ്റ്റ് എന്നുള്ളതല്ല, ഇവിടെ ഇൻഡെക്സ് നമ്പർ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. ഇത് നിങ്ങൾക്ക് അവിടെ പ്രാക്ടിക്കൽ ടെസ്റ്റിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ആവുന്നതായിരിക്കും. അത് നിങ്ങളുടെ സ്കിൽ ടെസ്റ്റിൽ. ഈ ഒരു പോസ്റ്റിലേക്ക് ഫിസിക്കലുമില്ല, ഹൈറ്റ് ക്രൈറ്റീരിയമില്ല, എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ കുട്ടികളെ. ഇവിടെ സിഗ്നേച്ചർ ഓഫ് കൺട്രോളിംഗ് ഓഫീസർ അദ്ദേഹം സൈൻ ചെയ്തിട്ട് ഇതേ സെയിം ഫോർമാറ്റ് തന്നെ അഡ്മിറ്റ് കാർഡായിട്ട് നിങ്ങൾ വെച്ചയച്ച ആ എൻവലപ്പ് ഉണ്ടല്ലോ അതിനകത്ത് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾ ആൾറെഡി ഇവിടെ നിന്ന് ഫോം ഫില്ല് ചെയ്യുമ്പോൾ അതിനകത്ത് നിങ്ങളൊരു എൻവലപ്പ് വെക്കണം. അതിനകത്ത് 10 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിക്കണം. ക്ലിയർ ആയല്ലോ. അതിനകത്ത് നിങ്ങളുടെ അഡ്രസ്സ് എഴുതിയിരിക്കണം കേട്ടോ. നിങ്ങളുടെ അഡ്രസ്സ് അതിനകത്ത് വെളിയിൽ മെൻഷൻ ചെയ്തിരിക്കണം. അതിനകത്ത് ഈ അക്നോളജ്മെൻറ്റ് കാർഡ് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡായിട്ട് വരുന്നതായിരിക്കും. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നു. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നും തന്നെ സ്കിപ്പ് ചെയ്തിട്ടില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കേഡറ്റ്സ് 2026 എയർഫോഴ്സ് XY മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്നിവയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആന ഡിഫൻസ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്. റെക്കോർഡഡ് ക്ലാസ് ലഭിക്കുന്നതായിരിക്കും. സ്റ്റഡി മെറ്റീരിയൽ, മോക്ക് ടെസ്റ്റ്, ഫിസിക്കൽ ട്രെയിനിങ് ഇതെല്ലാം ലഭിക്കുന്നതായിരിക്കും. എയർഫോഴ്സ് എക്സിൻ്റെ ഫീസ്, വൈഡ് ഫീസ്, മെഡിക്കൽ അസിസ്റ്റൻ്റ് ഫീസ് ഇതാണ് കുട്ടികളെ. സ്റ്റേജ് 2 പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. കുട്ടികളെ നിങ്ങളും 2026 ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ടീം ആൻഡറിലോട്ട് വരാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും സെപ്പറേറ്റ് മോക്ക് ടെസ്റ്റും പ്രോപ്പർ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. എയർഫോഴ്സ് എക്സിന് സെപ്പറേറ്റ് ക്ലാസ്സാണ്, വൈക്ക് സെപ്പറേറ്റ് ക്ലാസ്സാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പ്രോപ്പർ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഡിഫൻസ് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും അറിയാൻ നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നല്ല രീതിയിൽ, അതായത് എല്ലാ ദിവസവും ഒത്തിരി കുട്ടികൾ ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ബെനിഫിറ്റും കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഉടനെ തന്നെ ജോയിൻ ചെയ്തിരിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൾ ചെയ്യാവുന്നതാണ്. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. നിങ്ങളെ പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും, എയർഫോഴ്സ് ഗ്രൂപ്പ് C പോസ്റ്റ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് ആണെങ്കിലും, എയർഫോഴ്സ് XY മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്നീ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. വേക്കൻസി വളരെ കുറവാണെന്നും പറഞ്ഞ് ആരും ഫോം ഫില്ല് ചെയ്യാതിരിക്കരുത്. ഫോം ഫില്ല് ചെയ്യുക.
ധൈര്യമായിട്ട് എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. 10ാം ക്ലാസ് പാസ്സായാൽ മാത്രം മതി. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്തായാലും എല്ലാ കുട്ടികളുടെ കയ്യിലും കാണും. അപ്പോൾ നമുക്ക് വേറൊരു പേരോട് തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.